City Gold, Gold and Diamonds. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്ന് പോലെ ലാൽസലാം. അന്ന് ചമ്പുറപ്പിനുള്ളിലായി ചേർത്തു വെച്ച ചെങ്കൊടി ചന്ദ്രമൂളെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. സാധാരണക്കാർ ഓരോ ക്ലാസ് റൂമിനും ഭാഗമായി ലഭിച്ചതാണ് നമ്മുടെ ഹെൽത്ത് സെന്ററിന് പുതിയ ബിൽഡിംഗ്. ചെർക്കള ഹെൽത്ത് സെന്റർ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ തന്നെ നമ്മുടെ 10 വർഷം മുമ്പ് നമ്മൾ പോയാൽ അവിടെ രോഗികളെ തീരെ കുറവായിരുന്നു. ഇന്ന് ഓരോ ഡോക്ടർമാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആർക്ക് വേണമെങ്കിലും ഡോക്ടർമാരെ കാണാൻ OP ടിക്കറ്റ് എല്ലാ സമയത്തും ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. നമുക്ക് ഏവർക്കും ഏതു സമയത്തും ഹോസ്പിറ്റലിൽ പോകാനും ചികിത്സ തേടാനും ഇപ്പോഴാണെങ്കിൽ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിനകത്ത് 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാ രംഗത്തും റോഡ് നമുക്കറിയാം, കുമ്പള ബദിയെടുക്ക മുള്ളേരിയ റോഡ്, അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയിലാണെങ്കിൽ ബന്തെടുക്ക എരിഞ്ഞിപ്പുഴ വഴി ബന്തെടുക്ക പോവുകയാണെങ്കിലും പൊയിലേറ്റി വഴി ബന്തെടുക്ക പോവുകയാണെങ്കിലും ഇപ്പോൾ സുള്ളിയ ജാൽസൂർ റോഡിന്റെ പടി ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ സർവ്വ മേഖലയിലും നമ്മുടെ വീടുകളിൽ UDF ഗവൺമെന്റ് 10 വർഷം മുമ്പ് നമ്മുടെ സംസ്ഥാന ഭരണം വിട്ടുപോകുമ്പോൾ 16 മാസത്തെ പെൻഷൻ കുടിശ്ശിക 600 രൂപ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ LDF ഗവൺമെന്റ് പിണറായി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ രീതിയിൽ തന്നെ അധികാരത്തിൽ വന്ന ഉടനെ 1000 രൂപ വർദ്ധിക്കുകയും ഓരോ കുടുംബത്തിലും ആദ്യം തന്നെ 21,600 രൂപ വരെ ഒരു കുടുംബത്തിൽ കിട്ടിയ വീട് നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അങ്ങനെ അത് പെൻഷൻ മുടങ്ങാതെ ഇപ്പൊ ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതി ആയതേ ഉള്ളൂ. ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉൾപ്പെടെ നമ്മുടെ അർഹതപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ സർവ്വ മേഖലയിലും കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മാസം 1000 രൂപ വെച്ച് കൊടുക്കാനുള്ള പദ്ധതി, വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് 1000 രൂപ കൊടുക്കാനുള്ള പദ്ധതി, അങ്ങനെ ഒട്ടുമിക്ക മേഖലയിലും സമഗ്രമായിട്ടുള്ള പരിഷ്കാരം നടപ്പിലാക്കിക്കൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള ഗവൺമെന്റാണ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ കേന്ദ്ര സർക്കാരാണെങ്കിൽ നമ്മൾക്കറിയാം, നമ്മുടെ കടയിൽ നിന്ന് 100 രൂപയുടെ സാധനം വാങ്ങിയാൽ 18 രൂപ GST ആയി പോവുകയാണ്. ആ 18 രൂപയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അതിന്റെ പകുതിയെങ്കിലും കൊടുക്കാൻ വേണ്ടി തയ്യാറാകാതെ 1 രൂപ പോലും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ദ്രോഹിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് നാം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നിലകൊള്ളുന്നത് എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സർവ്വ മേഖലയിലും നമ്മളെ എത്ര കണ്ട് ദ്രോഹിക്കാൻ വേണ്ടി പറ്റും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനം എല്ലാ മേഖലയിലും വികസന കുതിപ്പിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി ഏവരാലും
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് ഷാനവാസ് പാദൂർ. ഷാനവാസ് പാദൂർ ഇവിടെ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെയും BJPയുടെയും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് പോകുന്നത്. നമുക്ക് വീടുകളിലൊക്കെ പോകുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിട്ടുള്ള കുടുക്ക പൊട്ടിച്ച് ഇവിടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ഏകദേശം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ചന്ദ്രൻപാറയിൽ. അത് ആ വീടോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഈ അവസരത്തിൽ ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ്. ഒരു വീടിന്റെ കൂടി തറക്കല്ലിടൽ ചടങ്ങിന് സ്ഥാനാർത്ഥി ഇപ്പോൾ പോയിട്ടുണ്ട്. ചന്ദ്രൻപാറ നമ്മുടെ ഏറെയും ഇഷ്ടപ്പെടുന്ന വിശ്വംഭരനാണ് ആ വീട് നൽകുന്നുള്ളത്. ആ തറക്കല്ലിട്ട ഉടനെ സ്ഥാനാർത്ഥി ഇവിടെ എത്തും. ഏറെ ബഹുമാനത്തോടുകൂടി ഏറെ സ്നേഹത്തോടുകൂടി സ്ഥാനാർത്ഥിയെ ഏവർക്കും വേണ്ടി ആർദ്രമായി ഈ പരിപാടി പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ പ്രകീർത്തി നേടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നാടിന്റെ വികസനവും നാടിന്റെ സ്പന്ദനങ്ങളും അറിഞ്ഞ് നാട്ടുകാരോടൊപ്പം നിന്ന് ഈ നാടിന് നേടിയെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ ശ്രീമാൻ ഷാനവാസ് പാദൂറിന് കഴിയും എന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ സ്വതന്ത്രരായി ഷാനവാസ് പാദൂറിനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 40-50 വർഷക്കാലത്തോളം ഈ മണ്ഡലത്തെ പ്രതികരിച്ചു കൊണ്ടുപോകുന്ന മെമ്പർമാർ നമ്മുടെ മണ്ഡലത്തിന് എന്ത് പുരോഗതിയാണ് ഉണ്ടാക്കിയത് എന്ന വലിയ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ 139 മണ്ഡലങ്ങൾ വികസനത്തിന്റെ പാതയിലേക്ക് മുന്നേറുമ്പോൾ കാസർഗോഡ് മണ്ഡലം മാത്രം മുരടിച്ച വികസന മുരടിപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ സഫലീകരണം ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുള്ള കഴിവ് ശ്രീമാൻ ഷാനവാസ് പാദൂറിന് ഉണ്ട്. അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരള സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് തങ്ങളുടെ വ്യക്തമായ പ്രകടന പത്രികയിലൂടെ ഇവിടുത്തെ അടിസ്ഥാന വികസനത്തിന് വേണ്ട എല്ലാ പ്രവർത്തികളും നടത്തിയെന്ന ഉറച്ച വിശ്വാസവും അഭിമാനവും ഇടതുപക്ഷ മുന്നണിക്കും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്കുമുണ്ട്. അതോടൊപ്പം കേരളത്തെ ജനങ്ങൾക്കുമെല്ലാം ഈ വിവരം അറിയാം. പ്രകടന പത്രികയുടെ ഒരു നാടിന്റെ വികസനം എന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ വികാസമാണ്. പാർപ്പിടം, ഭക്ഷണം, ഭൂമി, വൈദ്യുതി തുടങ്ങിയ പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ ലഭ്യതയാണ് ഒരു നാട്ടിലെ ജനങ്ങളുടെ വികാസം, അതിന്റെ അടിസ്ഥാനം. ആ ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി നിങ്ങളോട്ട് വച്ചിട്ടുള്ള ആ പ്രകടന പത്രിക പൂർണ്ണ എത്ര രൂപ കിട്ടിയെന്നോ, ആ രൂപ എവിടെയെന്നോ, ആ രൂപ എത്ര ചെലവാക്കിയെന്നോ ഇന്നും കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് വ്യക്തമായ മറുപടിയില്ല. ആ കാശ് കുത്തടിച്ച് എവിടെ പോയി എന്ന പറയാനുള്ള വ്യക്തത കോൺഗ്രസില്ല. ഇത്തരം ഒരു കോൺഗ്രസുകാർക്ക് അടുത്ത സമയത്ത് നമ്മൾ ഭരണം ഏൽപ്പിച്ചാൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇവർ തകിടം മറിക്കും. വീണ്ടും 50 വർഷക്കാലത്തേക്ക് കേരളത്തേക്ക് പിന്നോട്ടടിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിടിച്ചുവെച്ച തുക സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ വന്ന ഗവൺമെന്റ് ആദ്യമായി തന്നെ ഈ 18 മാസത്തെ പൈസയും അവർക്ക് കൊടുക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് KC വേണുഗോപാൽ പറഞ്ഞത് കൈക്കൂലിയാണ് ഈ കൊടുക്കുന്ന സാമൂഹ്യ നീതി പെൻഷൻ എന്ന് പറഞ്ഞു. ഈ സാമൂഹ്യ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയാനുള്ള കാരണം 1980കളിലാണ് ഈ പെൻഷൻ സമ്പ്രദായം സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൊണ്ടുവന്നത്. അന്നിത് കൊണ്ടുവരുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ പറഞ്ഞത് അത് കള്ളുകുടിക്കാനുള്ള പൈസയാണ് ഇയാൾ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയായാലും അത് കൊടുത്തു. അതായത് ഏറ്റവും ആദ്യം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും അവസ്ഥ പരമദയനീയമാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടക നമുക്കറിയാം.
യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്തുന്നില്ല. കോൺഗ്രസ് നമ്മുടെ ഒരു MLA ഉണ്ടായിരുന്നു വയനാട്ടിൽ. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുത്. ആ പറഞ്ഞ MLA സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 100-ലധികം വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചത്. അദ്ദേഹത്തെ ജനം കൂവി വിളിച്ചു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇതാണ് കോൺഗ്രസ്. അവരധികാരത്തിൽ വരുമ്പോഴെല്ലാം തന്നെ ജനങ്ങളെ നിരന്തരം പല വിധത്തിലുള്ള നികുതികളും മറ്റും അടിച്ചേൽപ്പിച്ചുകൊണ്ട് വികസന വിരോധികളായിട്ടുള്ളതാണ് അവരുടെ കാലഘട്ടം. കഴിഞ്ഞ UDF-ന്റെ ഭരണകാലഘട്ടത്തിലെ മുഖ്യമന്ത്രി ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് ഒരു പറ്റം ഗുണ്ടകളാണ്. ജിക്കുമോനെന്നും ജോപ്പനെന്നൊക്കെ പറയുന്ന നമ്മൾ പൊതുരംഗത്തെങ്ങും കേൾക്കാത്ത ചില വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന ഒരു ഓഫീസായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ. മറ്റ് പല വിധത്തിലുള്ള പറയാൻ പറ്റാത്ത പലതും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം. ഈ നമുക്കറിയാം, ഇപ്പോ ഈ റോഡിന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ മഞ്ചേശ്വരം വരെയുള്ള വികസനം. ഇതിന്റെ ഓഫീസ് തുറന്നപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇത് നടക്കില്ല, കേരളത്തിൽ ഭൂമി ഏറ്റെടുക്ക് കൊടുക്കാനുള്ള തുക നമ്മുടെ കയ്യിലില്ല, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. ആ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തുകയും, അതായത് 38,950 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള തുക കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ ഏൽപ്പിച്ചത്. ഇതിന്റെ 30% കേരള ഗവൺമെന്റിന്റെ തുകയാണ്. BJP-കാരൻ പറയും ഈ കൊടുക്കുന്ന പെൻഷനെല്ലാം തന്നെ മോഡിയാണ് ഇവിടെ കൊണ്ടുതരുന്നതെന്ന്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തൊട്ടടുത്ത കർണാടക സംസ്ഥാനം ഇപ്പോൾ കോൺഗ്രസും അതിന് തൊട്ടു മുമ്പ് BJP-യുമാണ് ഭരിച്ചത്. എത്രയാ കർണാടകത്തിലെ പെൻഷൻ നിങ്ങൾക്കറിയാം? സാമൂഹിക പെൻഷൻ കേവലം 600 രൂപ മാത്രമാണ്. കോൺഗ്രസ് വന്ന ശേഷം അത് മാറ്റിയൊന്നുമില്ല. UP BJP പറയുന്നതാ, ഞങ്ങൾ ഭരിക്കുന്ന UP ഭയങ്കരമായ വികസനമാണ്, നിങ്ങൾ UP-യെ കണ്ടുപിടിക്കുമെന്ന് പറയുന്നത്. അവിടുത്തെ പെൻഷൻ എത്രയാണെന്നറിയോ? കേവലം 400 രൂപയാണ്. ഈ 400 രൂപ പെൻഷൻ അർഹതപ്പെട്ട വ്യക്തിക്ക് എടുക്കാനുള്ള അധികാരമില്ല. കാരണം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായ ഒരു സംവിധാനമുണ്ട്, ഗ്രാമത്തലവൻ എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തലവൻ എന്ന് പറയുന്ന ഒരു തരം ഗ്രാമത്തിലെ ഒരു പോലീസ് തന്നെയാണെന്ന് വേണം പറയാം, ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണെന്ന് പറയാം. അയാൾക്ക് എല്ലാവരും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അത് നിയമപരം കൂടിയാണ് അത്തരം സംസ്ഥാനങ്ങളിൽ. അപ്പൊ അവർക്കും കൊടുക്കണം, ഈ ഗ്രാമത്തലവനും കൊടുക്കണം, കിട്ടുന്നതിന്റെ പകുതി പൈസ, അതായത് 200 രൂപ അയാൾക്ക് കൊടുക്കണം, പിന്നെ 200 ബാക്കിയുള്ളൂ. കേരളത്തിൽ നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരാൾക്ക് ഈ സർക്കാരിന്റെ ആനുകൂല്യം കൈപ്പറ്റാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? കോവിഡ് കാലഘട്ടം നമ്മൾ എടുത്ത് മുഖ്യമന്ത്രി വീടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ആകെപ്പാടെ പേടിയായി. ഇനി വയനാട്ടിൽ ഉള്ള സീറ്റ് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് 1 രൂപ കൊടുക്കരുതെന്ന് പറഞ്ഞ MLA ആണ് അവരെ MLA ടി സിദ്ദീഖ്. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുമായി പോകുന്ന കോൺഗ്രസിനെ ജനങ്ങൾ ഒരു കാരണവശാലും അധികാരത്തിലേറ്റില്ല എന്ന് നമുക്കറിയാം. BJP ആകട്ടെ എല്ലാവിധ വികസനങ്ങളും കേരളത്തിൽ ഇതാ നമ്മുടെ ഫണ്ട് കൊണ്ടാണ് നടത്തുന്നത്, നമ്മുടെ ഫണ്ട് കൊണ്ടാണ് നടത്തുന്നത് പറയുന്നു. ഒരു ഫണ്ടും അവർ കൊടുക്കുന്നില്ല. കേരളത്തിൽ നിന്ന് 1 രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ 21 പൈസ നമുക്ക് തരുമ്പോൾ ഉത്തർപ്രദേശിൽ കൊടുക്കുന്നത് 82 പൈസയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരല്ലേ? അപ്പൊ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെ അവർ ഭരിക്കാത്ത അല്ലെങ്കിൽ അവരെ പിന്തുണക്കാത്ത സർക്കാരുകളെ പരമാവധി ഞെരിച്ച് സാമ്പത്തികമായി ഞെരിച്ചുകൊണ്ട് ഭരണം ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് BJP. 18 MP-മാർ നമുക്ക് കേരളത്തിലുണ്ട്. 2 മുസ്ലിം ലീഗുകാരും 15 കോൺഗ്രസ്സുകാരും 1 കേരള കോൺഗ്രസ്സുകാരും. നമ്മളെ MP നിങ്ങൾക്കറിയാൽ ഉണ്ണിത്താൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം എന്താ ഈ ജില്ലക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ പരിധി പയ്യന്നൂർ വരെ വരും. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് ചെയ്തു? ഒരു വികസന പ്രവർത്തനം നടത്താനോ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും ഫണ്ട് കേരളത്തിന് വേണ്ടി വാങ്ങിയെടുക്കാനോ 18 MP-മാരെ കൊണ്ട് കഴിയുന്നില്ല. നമുക്കറിയാം, നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ ലോക്സഭയിൽ, ഒരാൾ BJP-കാരനാണ്. BJP-കാരൻ സിനിമാ സ്റ്റൈലിൽ വരും, പലതും പറയും. കാരണം അദ്ദേഹം ഒരു സിനിമാ നടനാണ്, നല്ലൊരു നടനാണ്, മോശമൊന്നുമില്ല, അത് നമ്മൾ അംഗീകരിക്കും. പക്ഷേ അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തോട് കാണിക്കുന്ന വിവേചനം ഏറ്റവും വലുതാണ്. അതിൽ BJP ഇവിടുത്തെ നമ്മുടെ അറിയാം, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ ഉടമയാണ് ഈ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. ആ ചാനലിലെല്ലാം തന്നെ തട്ടിവിടുന്നത് ഭയങ്കര. കാരണം നിങ്ങൾ പലരും ഈ വാർത്തകളും ഒക്കെ കാണും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ഒരു ചാനലും 1-2 ചാനൽ ഒഴിച്ച് ബാക്കി ഭൂരിപക്ഷം ചാനലുകളും പത്രങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. അത് ഉറുമ്പിന്റെ വണ്ണമുള്ള എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് ഉടുമ്പിന്റെ വണ്ണത്തിൽ കാണിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പത്രങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഇതുപോലുള്ള വൻകിട മുതലാളിമാരുടെ കയ്യിലാണ്.
BJP ഇതെല്ലാം തന്നെ പറയുമ്പോൾ അവരെ നമുക്ക് മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾ പല പരസ്യങ്ങളും കാണും, ഓരോ സിമെന്റിന്റെ ഒക്കെ പരസ്യം. അതിന്റെ മുമ്പിലുള്ള പേരെന്താ? അദാനി ACC സിമെന്റ്. അതുപോലെ ഓരോ സിമെന്റിന്റെയും എന്ന് വെച്ചാൽ രാജ്യത്തെ മൊത്തം കമ്പനികളും ഓരോ 1, 2, 3, 4 വ്യക്തികളുടെ കയ്യിലേക്ക് ഇത് എത്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? മത്സരം നടക്കില്ല. നമുക്കറിയാം, ഒരു കച്ചവട സ്ഥാപനം 1979 ശേഷം ഈ കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ലീഗിന്റെ MLA-മാരാണ്. ഏതാണ്ട് 48 വർഷക്കാലമായി ഈ കാസർഗോഡ് നിന്ന് ജയിക്കുന്ന MLA-മാർ ഈ കാസർഗോഡ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലമുണ്ട്. ആ 5 മണ്ഡലം 2 മണ്ഡലം UDF-ന്റേതും 3 മണ്ഡലം LDF-ന്റേതുമാണ്. പുതുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഈ 3 മണ്ഡലങ്ങൾ LDF ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. പുതുമ മണ്ഡലത്തിൽ സഖാവ് CH കുഞ്ഞമ്മ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയപ്പോൾ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന വികസനം വെറും 230 കോടി രൂപയുടെ വികസനം മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഒരുപോലെ വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ്. അങ്ങനെ തീരുമാനമെടുത്ത സർക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ വികസനം നടക്കുന്നില്ല? ആ വികസനം എത്തിക്കുന്നതിന് വേണ്ടി MLA-ക്ക് സാധിക്കുന്നില്ല. അവരുടെ ധാരണ ഈ കാസർഗോഡ് മണ്ഡലം വികസിച്ചാലും വികസിച്ചില്ലെങ്കിലും എക്കാലത്തും ഞങ്ങൾ മാത്രമേ ജയിക്കൂ, ലീഗേ ജയിക്കൂ. അതുകൊണ്ട് വികസനം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ജനങ്ങൾ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ഇവിടെ റോഡില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ പാലമില്ലെങ്കിലും കുഴപ്പമില്ല, വീടില്ലാത്തവർക്ക് വീടില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്നാണ് ലീഗിന്റെ MLA-മാർ ഈ കഴിഞ്ഞ 49 വർഷക്കാലം ഈ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വലിയ അഹങ്കാരമാണല്ലോ. എന്നും ഞങ്ങൾ ജയിക്കും, അതുകൊണ്ട് ജനങ്ങളെന്നും ഞങ്ങൾ വോട്ട് ചെയ്യും. ആ അഹങ്കാരമാണ്. ആ അഹങ്കാരം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ശ്രീമാൻ ഷാനവാസ് പാദൂർ ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഈ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് മാറ്റുന്നതിന് വേണ്ടി ഈ മണ്ഡലത്തിലാകെ ഓടി നടക്കുന്ന ഒരു MLA-ആയി ഷാനവാസ് പാദൂർ മാറാൻ വേണ്ടി പോകും. അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളും ഞാൻ തന്നെ. അത് അവരുടെ ഭാഗത്തുള്ള വലിയ രീതിയിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ നമുക്കെതിരെ ഒരു അപരണയും അവർ നിർത്തിയിട്ടുണ്ട്, ഷാനവാസിന്റെ വഴി. അപ്പോൾ അവർ സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ട്, LDF ചിത്രത്തിൽ പോലും ഇല്ലാത്ത ആളാണ്, LDF-ന് വോട്ട് ചെയ്താൽ അത് മറ്റവർക്ക് ഗുണം ചെയ്യും എന്ന തരത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്കെതിരല്ലല്ലോ അപരണം നടത്തേണ്ടത്. അതല്ലെങ്കിൽ ഈ സൈബർ അറ്റാക്ക് എൻ്റെ മേലല്ലല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്തവണ അവർക്ക് നന്നായിട്ട് അറിയാം, ഒരു കാരണവശാലും അവർക്ക് അവരോടൊപ്പം തന്നെ നമുക്കും അതിനു വേണ്ട സംവിധാനമുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അത് അനുഭവിച്ചറിഞ്ഞ ജനങ്ങളാണ് കേരളത്തിലുള്ളത്, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിനകത്ത്. സർക്കാർ ഡയറക്റ്റ് തരുന്ന കാര്യങ്ങളല്ലാതെ ഒരു MLA മുഖാന്തരം കിട്ടേണ്ട ഒരു കാര്യവും ഈ മണ്ഡലത്തിനകത്ത് നേരെ ചൊവ്വ നടന്നിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഉദുമ നിയോജക മണ്ഡലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 1500 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ മണ്ഡലത്തിനകത്ത് നടന്നിട്ടില്ല. അപ്പോൾ അതൊരിക്കലും സർക്കാരിൻ്റെ ഭാഗത്ത് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ആൾ അത് വേണ്ടത്ര രീതിയിൽ അതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ മണ്ഡലത്തിനകത്തെ ആൾക്കാർ എന്താണ് അവർക്ക് ഇത്ര കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്, മറ്റുള്ളവർക്ക് ഇവർക്ക് കിട്ടാത്തതിനൊക്കെ ലഭിച്ചു, ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നേരിൻ്റെ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഒന്നുകൂടി നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ആ പഴയ ടിക്കറ്റുമായിട്ട് അവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം 50 വർഷമായി അവരെന്താണോ ചെയ്തത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജനങ്ങളെ ഭീതിയിലാക്കി
തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ രീതി ഇപ്പോഴും അവർ തുടർന്ന് പോകുന്നുണ്ട്. വികസനം പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് പോലും ഈ സമയത്തിനിടയിൽ അവർ ചോദിച്ചു കണ്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട UDF-ൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും കൂടിയാണ്. ഇന്നലെ അദ്ദേഹത്തിന് ഒരു ബൈക്ക് കാണാനിടയായി. ആ ബൈക്കിൽ അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ചാനലുകാർ ചോദിച്ച് എന്ത് വികസനമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന. അത് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 50 വർഷമായി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അടിസ്ഥാന സംവിധാനം ഒരുക്കുന്ന പ്ലാനിലാണ് ഇപ്പോൾ അവരുള്ളത്. എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ മണ്ഡലത്തിനകത്തുണ്ട്. തീർച്ചയായും വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ എന്നൊരു തുടർച്ച ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ മണ്ഡലം കൂടി ഭരണപക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ 50 വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഈ മണ്ഡലത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖല തിരിച്ചെനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അവരെ ശ്രദ്ധ എത്തിയില്ല എങ്കിൽ നമുക്ക് അത് നമ്മൾ ചെയ്യാമെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് വാഗ്ദാനം ചെയ്യാം. ഇതെല്ലാം നമ്മൾ പറയണം. ഒന്നും എന്ത് പറഞ്ഞാലും അത് പുതിയതാണ് ഈ മണ്ഡലത്തിനകത്ത്. ഇനി വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഇനി വേസ്റ്റ് മാനേജ്മെന്റ് ആയാലും നമ്മുടെ കാസർഗോഡ് ടൗൺ ആയാലും അവിടുത്തെ ഫിഷ് മാർക്കറ്റ് ആയാലും തൊട്ടടുത്തുള്ള ഹാർബർ അവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബേക്കൽ ബീച്ചിന് സമാനമായിട്ടുള്ള നമുക്ക് നല്ലൊരു കോർണിഷ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് 5 വർഷത്തിലൊരിക്കൽ ഈ നടക്കുന്ന ഈ പ്രക്രിയ അതിനെ അവർ ചില കള്ളത്തരങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് പറ്റില്ല. ഇത്തവണ അത് നമ്മൾ സമ്മതിച്ചുകൂടാ. അതിന് വേണ്ട നടപടിയുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടോർച്ച് അടയാളത്തിൽ പരമാവധി വോട്ടുകൾ സ്വരൂപിക്കേണ്ട പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിക്കും. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഇതിലേക്ക് സ്വീകരിക്കാനോ ഒരു നല്ല
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, അനലോതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ കമ്പനി ഗുജറാത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട വളക്കമ്പനികളെല്ലാം തന്നെ വരുന്നത്. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9496